ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് 153. നമ്മൾ മണ്ഡലം 1 അനുഭാഗം 15 95-ാമത്തെ സൂക്തമാണ് നോക്കുന്നത്. ഇതിലെ ദേവത അഗ്നിയാണ്. അഗ്നിക്ക് പല രൂപങ്ങളുണ്ട്. അതിൽ ചിലതിനെ പറ്റിയാണ് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പം നമുക്ക് അഗ്നി എന്ന് പറയുന്നത് ഊർജമായിട്ട് എടുക്കണം. ഊർജം തന്നെ പല രൂപത്തിലുണ്ട്. ഹീറ്റുണ്ട്, ലൈറ്റുണ്ട്, സൗണ്ട് എനർജി ഉണ്ട്, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഇങ്ങനെയെല്ലാം പലതരത്തിലുള്ള ഊർജങ്ങളുണ്ട്. വൈദ്യുതി ഉണ്ട്. അപ്പോൾ ഇതിലെന്താണ് പറയുന്നത്, ഒന്നാമത്തെ മന്ത്രത്തിൽ എന്താണ് പറയുന്നതെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 95-1. ഋഷി കുത്സൻ ദേവതാഗ്നി ഛന്ദസ് തൃഷ്ടുപ്പ് പങ്ക്തി. ദേവി രൂപേ ചരദ സ്വർദ്ധേ അന്യാന്യ വത്സം ഉപധാപയേതേ ഹരിരന്യസ്യാം ഭവതി സ്വധാവാഞ്ചുക്രോ അന്യസ്യാം ദദൃശേ സുവർച്ചാം. സതുദ്ദേശത്തോടുകൂടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഭിന്നരൂപികളായ സ്ത്രീകളിൽ ഒരുത്തി മറ്റൊരുത്തിയുടെ കുഞ്ഞുങ്ങളെ പോഷിപ്പിക്കുന്നു. ഒരുത്തിയിൽ നിന്നും സൂര്യൻ അന്നവും മറ്റവളിൽ നിന്ന് അഗ്നിസുന്ദരമായ ദീപ്തിയും നേടുന്നു. നല്ല ഉദ്ദേശത്തോടുകൂടി ഭിന്നരൂപമുള്ള 2 നാഴികൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അഗ്നിയിൽ നിന്ന് സൂര്യനിൽ നിന്ന്, ഇപ്പം സൂര്യൻ എടുക്കുകയാണെങ്കിൽ സൂര്യനിൽ നിന്നാണല്ലോ ഊർജം വരുന്നത്. ഭിന്നരൂപമായ സാധാരണ നിലയിലുള്ള ഊർജം എന്ന് പറയുന്നത് നമുക്ക് ഒന്ന് ചൂടാണ്, മറ്റേത് വെളിച്ചമാണ്. അപ്പം 2 നാഴിമാർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെപ്പോഴും അഗ്നി എന്ന് പറയുമ്പോൾ അതിനെന്തുണ്ട്, ചൂടുണ്ട്. സാധാരണ അഗ്നിക്ക് അതിനെന്തുണ്ട്, വെളിച്ചമുണ്ട്. ഇതാണ് ഇപ്പോൾ ഒരു തിരിയെല്ലാം കത്തിച്ച് കഴിഞ്ഞാൽ അതിന് ചൂടുമുണ്ട്, വെളിച്ചമുണ്ട്. അപ്പം 2 തരം നാരിമാർ സഞ്ചരിച്ചുകൊണ്ട്, അതെന്ത് ചെയ്യുന്നുണ്ട്, സഞ്ചരിക്കുന്നു. അതിൽ ഒരുത്തി മറ്റവളെ കുഞ്ഞുങ്ങളെ പോഷിപ്പിക്കുന്നു. ഒരുത്തി മറ്റവളുടെ കുഞ്ഞുങ്ങളെ പോഷിപ്പിക്കുന്നു. അതായത് അഗ്നി തന്നെയാണ് പ്രകാശമായി രൂപാന്തരം പ്രാപിക്കുന്നത്. അഗ്നിയിൽ നിന്നാണ് പ്രകാശ കുഞ്ഞുങ്ങൾ വരുന്നത്. പ്രകാശത്ത് നല്ല പ്രകാശ കുഞ്ഞുങ്ങൾ വരുന്നത് അഗ്നിയാണ്, ഊർജമാണ് പ്രകാശമായിട്ട് മാറുന്നത്. അപ്പോൾ ഒരുത്തി മറ്റുള്ളവരുടെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ പോഷിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതായത് പ്രകാശം അഗ്നി ഉള്ളിടത്തുനിന്ന് പ്രകാശം ഇങ്ങനെ സ്ഫുരിച്ചുകൊണ്ടേ ഇരിക്കും. ഒരുത്തിയിൽ നിന്ന് സൂര്യൻ അന്നമാണ് നൽകുന്നത്. അതായത് ചൂട് എന്നത് അന്നവുമായി, ചൂട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അധിക പ്രൊഡക്ഷൻ നടത്തുന്നത്, പ്രകാശം ഉപയോഗിച്ചിട്ടല്ല. കാരണം ചോറ് വെക്കണ്ടെങ്കിൽ വളർത്തി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ചോറുണ്ടാവില്ല. ഒന്നാണ് അന്നമുണ്ടാക്കുന്നത്. ചൂടിൽ നിന്നാണ് എല്ലാ പുതിയ പുതിയ വസ്തുക്കളും, സൂര്യനിൽ നിന്ന് കിട്ടുന്ന ചൂടിൽ നിന്നാണ് പുതിയ പുതിയ വസ്തുക്കളെല്ലാം ഉണ്ടാക്കുന്നത്. മറ്റവൾ സുന്ദരിയായ ദീപ്തി പ്രകാശം നേടുന്നു. എന്നാൽ വെളിച്ചം എന്ന ഊർജം, ദീപ്തി പ്രകാശം, സുന്ദരിയാണ്, അത് പ്രകാശം നൽകുന്നു. ഇനി 2-ാമത്തെ മന്ത്രം. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 95-2. ദശേമം തുഷ്ടുർ ജനയന്ത ഗർഭം അന്തർദ്രാസോ യുവതയോ വിഭ്രത്രം തിഗ്മാനീകം സ്വയശസം ജനേഷു വിരോചമാനം പരിഷീം നയന്തി. ത്വഷ്ടാവിൻ്റെ ഈ കളിക്കുഞ്ഞുങ്ങളെ നിരാധാരരായ 10 ദിക്കുകൾ പ്രകടമാക്കുന്നു. തീഷ്ണ മുഖത്തോടു കൂടിയവനും
ലോകങ്ങളിൽ യശസ്സോടുകൂടിയവനും ദീപ്തിമാനുമായ ഇവനെ ഇവർ എല്ലാ ഭാഗത്തേക്കും കൂട്ടിക്കൊണ്ടുപോകുന്നു. സൃഷ്ടികർത്താവിൻ്റെ ഈ കളിക്കുഞ്ഞുങ്ങളെ, സൃഷ്ടികർത്താവാണ് അഗ്നി പ്രകാശവും കൂടിയ ആ ഊർജത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ആ സൃഷ്ടികർത്താവിൻ്റെ കളിക്കുഞ്ഞുങ്ങളാണ് ഈ പ്രകാശവും ചൂടും. ഇതിൽ പ്രകാശം ആണ് ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുന്നത്. അതിനെ 10 യുവതികൾ, അതായത് 10 യുവതികൾ എന്ന് പറഞ്ഞാൽ 10 ദിക്കുകളാണ്. എട്ട് ദിക്കുണ്ട്, പിന്നെ മുകളിലും താഴെയും, അങ്ങനെ 10 ദിക്കുകൾ. വടക്ക് തെക്ക് കിഴക്ക് പടിഞ്ഞാറ്, പിന്നെ ഇതിൻ്റെ ഇടക്കുള്ള 4 പിന്നെ മുകളിൽ താഴെ. അപ്പോൾ 10 ദിക്കുകൾ പ്രകടമാക്കുന്നു. അപ്പോൾ ഈ പ്രകാശം സൂര്യനിൽ നിന്ന് എല്ലാ ഭാഗങ്ങളിലേക്കും സഞ്ചരിക്കുന്നു എന്ന നിലയിൽ ഇതിനെ കണ്ടാൽ മതി. ഇതെല്ലാം എവിടെയെല്ലാം പ്രകടമാകുന്നത്? 10 ദിക്കുകളിലും ഈ കളിക്കുഞ്ഞുങ്ങളെ, ഈ പ്രകാശത്തിൽ. അതേമാതിരി ചൂടുമുണ്ട് പ്രകടമാക്കുന്നു. അത് തീക്ഷ്ണമുഖത്തോടു കൂടിയ, ലോകങ്ങളിൽ യശസ്സോടുകൂടിയ ദീപ്തിമാനായ ഇവനെ എല്ലാവരും ഇവൻ്റെ എല്ലാ ഭാഗത്തേക്കും കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ഈ തീക്ഷ്ണമായ പ്രകാശത്തോടു കൂടിയ ഈ ഊർജത്തെ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും കൂട്ടിക്കൊണ്ടുപോവുകയാണ്. തീക്ഷ്ണമുഖത്തോടു കൂടിയ, തീക്ഷ്ണമുഖം എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ ആ ചൂട് എന്ന് പറയുന്നത് തീക്ഷ്ണമാണ്. ലോകത്തിൻ്റെ യശസ്സോട്, ലോകത്തിൻ്റെ യശസ് എന്ന് പറഞ്ഞാൽ സൂര്യനും അതിൽ നിന്നുള്ള ഊർജങ്ങളുമാണ്. പ്രകാശവാനാണ് സൂര്യൻ, പ്രകാശവാനാണ്. ഇവനെ ദിക്കുകൾ എന്ത് ചെയ്യുന്നു? എല്ലാ ഭാഗത്തേക്കും കൂട്ടിക്കൊണ്ടുപോകുന്നു. അതായത് സൂര്യൻ എല്ലാ ദിക്കിലൂടെയും സഞ്ചരിച്ചിട്ട്, നമ്മളപ്പം പറയും സൂര്യനാണോ സഞ്ചരിക്കുന്നത്? അല്ല, രാശിചക്രത്തിൽ സൂര്യനാണ് സഞ്ചരിക്കുന്നത്. എപ്പോഴും സയൻസിൽ നമ്മളെ അടിസ്ഥാനമാക്കിയാണ് പറയുക. അപ്പോൾ സൂര്യനാണ് സഞ്ചരിക്കുന്നത്. അല്ലെങ്കിലും സൂര്യനും ഈ 7 ലോകങ്ങളിലൂടെയും സഞ്ചരിക്കുന്നു. ഇനി 3 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 95 3 ത്രീണി ജാനാ പരിഭൂഷന്തസ്യ സമുദ്രയേകം ദിവ്യേകമപ്സോ പൂർവാം അനുപ്രദിശം പാർത്ഥിവാൻ ഋതൂൻ പ്രശാസത് വിദധാവനുഷ്ഠു. അഗ്നിക്ക് 3 ജനനമുണ്ട്: സമുദ്രത്തിലും ആകാശത്തിലും അന്തരീക്ഷത്തിലും. സൂര്യരൂപനായ അഗ്നി ഋതുക്കളെ വിഭജിച്ച് ഭൂമിയിലെ ജീവികൾക്ക് വേണ്ടി പൂർവ്വദിക്കിൽ നിന്ന് ക്രമപ്രകാരം ദിക്കുകളെ സൃഷ്ടിച്ചു. 3 ജനനമാണ് അഗ്നിക്കുള്ളത്. അഗ്നി 3 ഇടത്താണ് ജനിക്കുന്നത്. ഏതെല്ലാമാണ്? ഒന്ന് സമുദ്രത്തിൽ, സമുദ്രത്തിലെ ജലത്തിൽ. ജലത്തിൽ നിന്നുണ്ട് അഗ്നിയുണ്ട്. ജലത്തിൽ അഗ്നിയുണ്ട് എന്നുള്ളത് നമുക്ക് തൊട്ട് നോക്കിയാൽ മതിയല്ലോ. നല്ല ചില വെള്ളം നോക്കിയാൽ നല്ല ചൂടായിരിക്കും, ചില വെള്ളം കുറച്ച് ഒരുമാതിരി ചൂടായിരിക്കും. വെള്ളത്തിലെ തണുപ്പ് എന്ന് പറഞ്ഞാൽ ചൂട് കുറവ് എന്നാണ്. അപ്പം ജലത്തിൽ നിന്നുണ്ട് അഗ്നിയുണ്ട്. കൂടാതെ ആദ്യമുണ്ടായ അഗ്നി ഏതിൽ നിന്നാണ്? ജലത്തിൽ നിന്നാണ്. ആദ്യം ഹൈഡ്രജനും ഓക്സിജനും എന്ന വാതകങ്ങളാണ് ഉണ്ടായത്. അവ കൂടിച്ചേരുമ്പോഴാണ് ജലമുണ്ടാകുന്നത്. ആ ജലമുണ്ടാകുമ്പോൾ അതിൽ നിന്നും അഗ്നി റിലീസ് ചെയ്യുന്നു. ആദ്യത്തെ അഗ്നി പുറത്തേക്ക് വന്നത് ജലമുണ്ടാകുമ്പോഴാണ്. ഹൈഡ്രജനും ഓക്സിജനും കൂടിച്ചേരുമ്പോൾ ജലം പുറത്തേക്ക് കൊണ്ടുവരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ജലത്തോടൊപ്പം അഗ്നിയും പുറത്തേക്ക് വരുന്നു. പിന്നെയുള്ളത് ആകാശത്തിലാണ്. ആകാശത്തിലുള്ള അഗ്നിയാണ് സൂര്യൻ. അന്തരീക്ഷത്തിലുള്ള അഗ്നിയാണ് എന്ത്? മേഘങ്ങളിൽ നിന്ന് കൂടിച്ചേരുമ്പോഴുള്ള വൈദ്യുതി. അന്തരീക്ഷത്തിൽ വൈദ്യുതി ഉണ്ടാകുന്നുണ്ട് ഇടിമിന്നലിലൂടെ. അത് അന്തരീക്ഷത്തിലുള്ള അഗ്നിയാണ്. അപ്പം 3 തരത്തിലുള്ള അഗ്നിയാണ് ഉത്ഭവം. അപ്പോൾ സൂര്യരൂപൻ, ഇതിനെല്ലാം അടിസ്ഥാനമായാണ് സൂര്യൻ തന്നെയാണ്. ഋതുക്കളായിട്ട് വിഭജിച്ചു.
സൂര്യൻ്റെ ഋതുക്കൾ ഉണ്ടായ എന്തുകൊണ്ടാണ്? ഭൂമി സൂര്യന് ചുറ്റും എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ ചുറ്റുമ്പോൾ ഭൂമിയിൽ നിന്നുള്ള അകലമനുസരിച്ച്, സൂര്യനിൽ ഉള്ള അകലമനുസരിച്ച് ചൂടെല്ലാം മാറും. അതിനനുസരിച്ച് 6 ഋതുക്കളായിട്ട് മാറ്റിയിട്ടുണ്ട്. ഇതെല്ലാം സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് ലഭിക്കുന്ന ഊർജത്തിൻ്റെ, അഗ്നിയുടെ അളവിനെ അനുസരിച്ചാണ് 6 ഋതുക്കൾ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തിനു വേണ്ടി? ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് വേണ്ടി. ഋതുക്കൾ ഉണ്ടെങ്കിൽ മാത്രമേ ജീവജാലങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അല്ല, ഭൂമി സൂര്യന് ചുറ്റും ഒരൊറ്റ വട്ടത്തിലായിരുന്നു ചുറ്റിയിരുന്നെങ്കിൽ എപ്പോഴും ഒരേ ടെമ്പറേച്ചർ ആയിരിക്കും. അപ്പോൾ പിന്നെ ജീവജാലങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നിട്ട് ജീവജാലങ്ങൾക്ക് വേണ്ടി പൂർവ്വദിക്കിൽ നിന്നും ദിക്കുകളെ സൃഷ്ടിച്ചു. അങ്ങനെയാണ് പല ദിക്കുകളായിട്ട് മാറിയത്. ഇനി 4. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 95 4. ക ഇദം വോ നിണ്യമാംചികേതവത്സോ മാതുർജനയത സ്വധാഭിഹി വഹീനാം ഗർഭോ അപസാമുപസ്ഥാൻ മഹാൻ കവേർ നിശ്ചരതി സ്വധാവാൻ. ജലത്തിൽ ഒളിച്ചിരിക്കുന്ന ഈ അഗ്നിയുടെ മാതാവ് ആരാണ്? ഇവൻ പുത്രനായിരുന്നിട്ടും ഹവ്യാനം വഴി തൻ്റെ മാതാവായ ജലത്തിന് ജന്മം നൽകുകയും ജലത്തിൻ്റെ ഗർഭരൂപമായ സമുദ്രത്തിൽ നിന്ന് പ്രകടമാവുകയും ചെയ്യുന്നു. ജലത്തിൽ ഒളിച്ചിരിക്കുന്ന ഈ അഗ്നിയുടെ മാതാവാരാണെന്ന്, ജലത്തിൽ നിന്ന് അഗ്നി കിട്ടുന്നു എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ അതിൻ്റെ മാതാവാരാണെന്നാണ് ചോദിക്കുന്നത്. ജലത്തിൽ നിന്നും പ്രകടമായ അഗ്നിയുടെ മാതാവാരാണ്? ഇവൻ പുത്രനായിട്ടും ആ മാതാവിൻ്റെ പുത്രനായിട്ടും തൻ്റെ മാതാവായ ജലത്തിന് ജന്മം നൽകുകയും മാതാവായ ജലത്തിന് ജന്മം നൽകി. അപ്പം അഗ്നിയുടെ മാതാവാരാണ്? ജലമാണ്. ജലത്തിൽ നിന്നാണ് ജന്മം നൽകിയത്. ജലത്തിൻ്റെ ഗർഭരൂപമായ സമുദ്രത്തിൽ നിന്നും പ്രകടമായി. ജലത്തിൻ്റെ ഗർഭരൂപമായ സമുദ്രത്തിൽ നിന്നും പ്രകടമായി. അപ്പം ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്നിട്ട് ആദ്യം പ്രപഞ്ചത്തിൽ വാതകങ്ങളുണ്ടായി. അതിൽ പ്രധാനപ്പെട്ടത് ഹൈഡ്രജനും ഓക്സിജനുമാണ്. അവ കൂടിച്ചേരുമ്പോൾ അവിടെ ജലമായി മാറുന്നു. ആ ഗർഭത്തിൽ നിന്നാണ് അഗ്നി എന്നതും, ജലമുണ്ടാകുമ്പോൾ ആ ഗർഭത്തിൽ നിന്നാണ്, ആ ഒരു കൂടിച്ചേരലിൽ നിന്നാണ് അഗ്നി ഉണ്ടായിരിക്കുന്നത്. ഹൈഡ്രജൻ ഓക്സിജനും കൂടി ചേർന്ന് കഴിഞ്ഞാൽ അഗ്നി ഉണ്ടാകും. ജലവും ഉണ്ടാകും, അഗ്നിയും ഉണ്ടാകും. അപ്പോൾ ജലമാണ് അഗ്നിയുടെ മാതാവ്. അതിൻ്റെ ഗർഭത്തിൽ നിന്നാണ്, അതുണ്ടാകുമ്പോഴാണ് അഗ്നി പുറത്തേക്ക് വന്നത്. ഇനി 5. ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 95 5. ആവിഷ്ടോ വർദ്ധതേ ചാരുരാസോ ജിഹ്മാനാം ഊർധ്വ സ്വയശസാ ഉപസ്ഥേ ഉഭേ തുഷ്ടുർബിഭ്യതുർജായമാനാത് പ്രതീചി സിംഹം പ്രതിജോഷയേതേ. ജലത്തിൽ നിന്നും ഉത്ഭവിച്ച അഗ്നി യജ്ഞത്തോടുകൂടി പ്രകാശിച്ച് വളരുന്നു. ഇതിൻ്റെ ഉത്ഭവത്തോടുകൂടി തുഷ്ടാവിൻ്റെ 2 പുത്രികളും, അതായത് 2 അരണികളും ഭയഭീതികളായി ഈ സിംഹത്തിൻ്റെ പിന്നിൽ നിന്ന് സേവനം അനുഷ്ഠിക്കുന്നു. ജലോൽപ്പന്നമായ അഗ്നി അങ്ങനെ ആദിയിൽ ജലം ഉണ്ടാകുമ്പോൾ അതിൻ്റെ കൂടെ ഉണ്ടായ അഗ്നി യജ്ഞത്തോടുകൂടി പല യജ്ഞങ്ങളിലും പങ്കെടുക്കുമ്പോൾ പ്രകാശിച്ചു വളരുന്നു. അതിന് പ്രകാശവും അതോടുകൂടി ഉത്ഭവിക്കുന്നു. ഇതിൻ്റെ ഉത്ഭവത്തോടുകൂടി പിന്നെ ത്വഷ്ടാവിൻ്റെ 2 പുത്രികളും, ഇവിടെ ത്വഷ്ടാവിൻ്റെ 2 പുത്രികൾ 2 തടിക്കഷ്ണങ്ങളാണ്.
പുത്രികൾ. അരണി കടയുമ്പോഴും അഗ്നി ഉണ്ടാകും. ഇപ്പം രണ്ട് പുത്രികളും ഭയഭീതകളായി ഈ ഹിംസത്തിൻ്റെ പിന്നിൽ നിന്നും സേവനമനുഷ്ഠിക്കുന്നു. ഈ പുത്രികൾ, അരണികൾ ഭയഭീതരായിട്ട് ഈ സിംഹത്തിൻ്റെ പിന്നിൽ സേവനമനുഷ്ഠിക്കുന്നു. സിംഹം എന്ന് പറയുന്നത് അഗ്നിയാണ്. അരണി രണ്ട് പുത്രിമാർ. ഇവരെ തമ്മിൽ ഉരസുമ്പോഴാണ് തീ ഉണ്ടാകുന്നത്. തീ ഉണ്ടായാൽ ആ തീ ആരെ തന്നെ വിടുന്നു? ഈ അരണിയെ തന്നെ വിടുന്നു. അതുകൊണ്ട് ഭയത്തോടു കൂടിയാണ് ഈ പുത്രിമാരെ സേവനമനുഷ്ഠിക്കുന്നത്. എന്ത് സേവനമാണ് അരണി ചെയ്യുന്നത്? കടഞ്ഞിട്ട് നമുക്ക് അഗ്നി തരുന്നു. അതിൻ്റെ ആ രണ്ട് പുത്രിമാരെ കടയുമ്പോൾ, രണ്ട് അരണികൾ കടയുമ്പോൾ അഗ്നി നമുക്ക് തരുന്നു. പക്ഷേ ഭയപ്പെട്ടുകൊണ്ടാണ് സേവനം അനുഷ്ഠിക്കുന്നത് എന്ന് വന്നു കഴിഞ്ഞാൽ അവയെ ഉരസുമ്പോൾ തീ ഉണ്ടാവുകയും അത് നമുക്ക് തരികയും അതേസമയം ഇത് ഈ അരണികളെ തന്നെ ദയിപ്പിച്ച് കളയുകയും ചെയ്യും. അതുകൊണ്ട് അതിന് ഭയവും ഉണ്ട്. ഇനി 6. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 95 6. ഉഭേ ഭദ്രേ ജോഷയേതേ ന മേനേ ഗാവോ ന വാശ്രാ ഉപസ്തുരേവൈഃ സദക്ഷാണാം ദക്ഷപതിർബഭൂവാഞ്ചന്തി യം ദക്ഷിണതോ ഹവിർഭിഃ. ആകാശവും ഭൂമിയും അഗ്നിയെ സുന്ദരികളായ സ്ത്രീകളെ പോലെ സേവനം ചെയ്യുന്നു. അഗ്നി ബലത്താൽ യുക്തനാണ്. ഋഥുജൻ അഭിമുഖമായി നിന്നുകൊണ്ട് ഹവിസിനാൽ അഗ്നിക്ക് സേവനം അനുഷ്ഠിക്കുന്നു. സുന്ദരികളായ സ്ത്രീകളെപ്പോലെ ആകാശവും ഭൂമിയും. ഇവിടെ ആകാശവും ഭൂമിയും നമുക്ക് അഗ്നി തരുന്നുണ്ട്. സുന്ദരികളായ സ്ത്രീകളെപ്പോലെ ആകാശവും ഭൂമിയും അഗ്നിയെ സേവിക്കുന്നു. ആ അഗ്നി അത്യധിക ബലത്താൽ പ്രകടമാകുന്നു. അത് ഭയങ്കര ബലത്താലാണ് ആ അഗ്നി പ്രകടമാകുന്നത്. ആകാശത്തിൽ ഉണ്ടാകുന്ന അഗ്നി ഭൂമിയിലേക്ക് വരികയാണ്. അതാണ് ഇടിമിന്നലായിട്ടെല്ലാം വീഴുന്നത്. ഭൂമിയിലാണ് ന്യൂട്രലൈസ് ചെയ്യുന്നത്. അപ്പം അതെത്രയാണ്? ഭയങ്കര ബലവാന്മാരാണ്. അത്യധികം ബലവാന്മാരാണ് ആ വൈദ്യുതി എന്ന് പറഞ്ഞ ആകാശത്തിലും ഭൂമിയിലും ഇടക്കുണ്ടാകുന്ന അഗ്നി. അങ്ങനെ ഋത്തിക്കുകൾ ദക്ഷിണാഭിമുഖമായി നിന്നുകൊണ്ട് ഹവിസ്നാൽ അഗ്നിക്ക് സേവനമനുഷ്ഠിക്കുന്നു. ഋത്തിക്കുകൾ പണ്ട് കാലത്ത് സേവനമനുഷ്ഠിക്കും ആ അഗ്നിക്ക് വേണ്ടി, വൈദ്യുതിയോർജത്തിന് വേണ്ടിയിട്ട്. ഇവിടുന്ന് സേവനം അനുഷ്ഠിക്കുന്നത് എങ്ങനെയാണ്? സോമയാഗത്താൽ ചാർജുള്ള കണങ്ങളെ ആകാശത്തിലേക്ക് വിടുമ്പോൾ അവിടെ പെട്ടെന്ന് അഗ്നി ഉണ്ടാകും. മേഘങ്ങൾ കൂടിച്ചേരും, വൈദ്യുതി ഇടിമുന്നലുണ്ടാകും. അങ്ങനെ മഴ പെയ്യിപ്പിക്കുന്നു. ആരും ചെയ്യിപ്പിച്ചിട്ടുണ്ട്? സോമയാഗത്തിലൂടെ ഋത്തിക്കുകൾ ചെയ്തിട്ടുണ്ട്. ഇനി 7. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 95 7. ഉദ്യമ്യമീതി സവിതേവ ബാഹു ഉഭേസിജൗ യായതേ ഭീമൈ ഋഞ്ചൻ ഉച്ഛുക്രം അത്കമജതേ സിമസ്മാൻ നവാമാതൃഭ്യോ വസനാജഹേതി. അഗ്നി സൂര്യകിരണങ്ങൾക്ക് സമാനം തൻ്റെ ഭുജങ്ങളെ വ്യാപിപ്പിക്കുന്നു. അവൻ ദിനരാത്രങ്ങളുടെ അതിരുകളിലെത്തി എല്ലാ വസ്തുക്കളിൽ നിന്നും രസം വലിച്ചെടുത്ത് ജലരൂപമായ മാതാവിന് വേണ്ടി ആ രസം വർഷിക്കുന്നു. അഗ്നി സൂര്യകിരണങ്ങൾക്ക് സമാനം തൻ്റെ ഭുജങ്ങളെ വ്യാപിപ്പിക്കുന്നു. അഗ്നി
സൂര്യകിരണങ്ങൾക്ക് സമാനം ഭുജങ്ങളെ വ്യാപിപ്പിക്കുന്നു. സൂര്യകിരണം എന്ന് പറയും, കിരണം എന്ന് പറഞ്ഞാൽ പ്രകാശം. പ്രകാശത്തിന് എന്തുണ്ട്? ഭുജങ്ങളുണ്ട്. പ്രകാശം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൽ പഠിക്കുകയാണ്. വേവ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഉയർച്ച, ഒരു ഭുജം എന്ന് പറഞ്ഞാൽ ഈ ഉയർന്ന സ്ഥലം, തിരിച്ച് താഴ്ന്ന സ്ഥലം. അപ്പം ഭുജങ്ങൾക്ക് സമാനം. അങ്ങനെയാണ് സൂര്യപ്രകാശം വ്യാപിക്കുന്നത് പോലെ അഗ്നിയും എന്ത് ചെയ്യുന്നുണ്ട്? വ്യാപിക്കുന്നുണ്ട്. എന്നിട്ടോ ആ രൂപൻ ദിനരാത്രങ്ങളുടെ അതിരുകളിലെത്തി. ദിനരാത്രങ്ങൾ ഉണ്ടാക്കുന്നത് എന്താണ്? ഭൂമിയുടെ കറക്കം കൊണ്ടാണ്. അപ്പം അതിൻ്റെ അതിരുകളിലെത്തി ഭൂമിയിലെത്തിയിട്ട് എന്ത് ചെയ്യുന്നു? എല്ലാ വസ്തുക്കളിൽ നിന്നും രസത്തെ വലിച്ചെടുക്കുന്നു. ഭൂമിയിലുള്ള ചെടികളിൽ നിന്നും കടലിൽ നിന്നും എല്ലാം രസത്തെ, വെള്ളത്തെ വലിച്ചെടുക്കുന്നു. അപ്പം അവിടെ സൂര്യനിലുള്ള അഗ്നി കിരണങ്ങൾ പ്രസരിക്കുന്നത് പോലെ ഭൂമിയിലേക്ക് വന്നിട്ട് ഇവിടെ നിന്നുള്ള എല്ലാ ചെടികളുടെ നീരെല്ലാം പറ്റും. ഒരു ചെടിൻ്റെ ഇലയിൽ നിന്നുണ്ടാകുന്നുണ്ട് വെള്ളം ബാഷ്പീകരിച്ചു പോകുന്നുണ്ട്, ഭൂമിയിൽ നിന്ന് ബാഷ്പീകരിച്ചു പോകുന്നുണ്ട്. അപ്പം ഈ നീരുകളെല്ലാം വലിച്ച് മുകളിലേക്ക് കൊണ്ടുപോയിട്ട് മേഘമാക്കിയിട്ട് പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ആ രസം വർഷിക്കുന്നു. ആ വെള്ളമാണ് പിന്നെ മഴയായിട്ട് ഭൂമി മാതാവിന് വേണ്ടി ജലരൂപമായിട്ട് വർഷിക്കുന്നത്. അതാണ് മഴ പെയ്യുന്നത്. ഇനി 8. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 95-8. ദ്വേഷം രൂപം കൃണുത ഉത്തരം യത് സംഭൃഞ്ചാന സദനേ ഗോഭിരദ്ഭിഃ കവിർബുധ്നം പരിമമൃജ്യതേധി സാ ദേവതാദാ സമിതിർബഭൂവ. ജ്ഞാനിയായ അഗ്നി ജലവുമായി ചേർന്ന് ഉജ്ജ്വല രൂപം ധരിക്കുന്നു. അദ്ദേഹം തൻ്റെ പ്രഭാപൂരത്താൽ അന്തരീക്ഷത്തെ തേജസ്കരിക്കുന്നു. അഗ്നി, ജ്ഞാനിയായ അഗ്നി. എന്തുകൊണ്ടാണ് അഗ്നിക്ക് ജ്ഞാനി എന്ന് പറയുന്നത്? അതിൻ്റെ ശാസ്ത്രജ്ഞാനം കൊണ്ടാണ് അത് മഴ പെയ്യിപ്പിക്കുന്നത്. ഇവിടുന്ന് വെള്ളം എടുത്തു കൊണ്ടുപോയിട്ട് മഴയായിട്ട് പെയ്യിപ്പിക്കുന്നത് അഗ്നിയാണ്. അപ്പോൾ അവൻ നല്ല ബുദ്ധിയുള്ളവനാണ്. ജ്ഞാനിയായ അഗ്നി ജലവുമായി ചേർന്ന്, ഭൂമിയിലുള്ള ജലവുമായി ചേർന്ന് അതിനെ ഉയർത്തും. എന്നിട്ട് ഉജ്ജ്വല രൂപം ധരിക്കുന്നു. എന്താണ് ഉജ്ജ്വല രൂപം? മേഘരൂപം. മേഘം ഉജ്ജ്വലം എന്ന് പറഞ്ഞാൽ അത് കൂടി ചേരുമ്പോഴാണ് ഭയങ്കരമായ ഇടിയും മിന്നലും എല്ലാം ഉണ്ടാകുന്നത്. അങ്ങനെ അത് അന്തരീക്ഷത്തെ തേജസ്വികളാക്കുന്നു. അന്തരീക്ഷത്തിൻ്റെ തേജസ് എന്ന് പറഞ്ഞാൽ മേഘങ്ങളവിടെ കൂടി ചേരുമ്പോഴുണ്ടാകുന്ന പ്രഭയിൽ അന്തരീക്ഷം തേജസ്സുകളായിട്ട് മാറുന്നു. ഇനി 9. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 95-9. ഉരുതേജൂയ പര്യേതി ബുധ്നം വിരോചമാനം മഹിഷസ്യ ധാമ വിശ്വഭിരഗ്നേ സ്വയ ശോഭിർ ഏതദബ്ദേഭി വായുഭി പാഹ്യ അസ്മാൻ. അഗ്നിയുടെ അത്യധികം പ്രകാശയുക്തമായ തേജസ് അന്തരീക്ഷത്തിലെങ്ങും വ്യാപിക്കുന്നു. അഗ്നി അക്ഷയമായ ആ തേജസ്സിനാൽ ഞങ്ങളെ സംരക്ഷിക്കുന്നു. പ്രകാശയുക്തമായ അഗ്നി അന്തരീക്ഷം മുഴുവൻ, അതിൻ്റെ തേജസ് അന്തരീക്ഷം മുഴുവൻ വ്യാപിക്കുന്നു. നമുക്കറിയാലോ, സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശം അന്തരീക്ഷം മുഴുവൻ വ്യാപിക്കുകയാണ്. നീ അക്ഷയമായ തേജസ്സിനാൽ നമ്മളെ രക്ഷിക്കുക. അതിൻ്റെ തേജസ് ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. ദിവസവും നമുക്ക് അഗ്നി ചൂടും പ്രകാശവും നൽകുകയാണ്. ആകാശത്ത് നിന്ന്, സൂര്യനിൽ നിന്ന്. സൂര്യൻ എപ്പോഴും നൽകുകയാണ്. ചെറിയ ഏറ്റക്കുറച്ചിലല്ലേ ഉണ്ടാകുന്നുള്ളൂ. എല്ലാ ദിവസവും നമുക്ക് വേണ്ട ഊർജം, പ്രകാശോർജം എല്ലാം അത് നമുക്ക് നൽകുകയാണ്.
ഇനി 10 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 95 10. ധന്വൻ സ്രോത കൃണുതേ ഗാതും ഊർമീം ശുക്രൈർ ഊർമിഭിരഭി നക്ഷതിഷ്മാം വിശ്വാസനാനി ജഡരേഷു ദത്തേന്ദർ നവാസു ചരതി പ്രസിഷുവു. അഗ്നിക്ക് മരുഭൂമിയിലും ജലത്തെ പ്രവഹിപ്പിക്കാൻ കഴിയും. അവൻ ഭൂമിയെ അലകളാൽ യുക്തമാക്കുന്നു. എല്ലാ അന്നങ്ങളെയും വഹിക്കുകയും മാതൃഭൂതങ്ങളായ ഔഷധങ്ങളിൽ രമിക്കുകയും ചെയ്യുന്നു. അഗ്നിക്ക് മരുഭൂമിയിലും ജലത്തെ പ്രവഹിക്കാൻ കഴിവുണ്ട്. മരുഭൂമിയിൽ എങ്ങനെ മഴ പെയ്യുന്ന അവിടുത്തെ വെള്ളം വരുന്നിട്ടാണോ? അല്ല. മരുഭൂമി എന്ന് പറയുമ്പോൾ വെള്ളമില്ലല്ലോ. അപ്പോൾ അവിടെ മഴ പെയ്യുന്നത് എങ്ങനെയാണ്? വേറെ വെള്ളമുള്ള സ്ഥലത്തെ വെള്ളത്തെ ഉയർത്തിയിട്ട് കാറ്റടിച്ചിട്ട് മരുഭൂമിയുടെ മുകളിലെത്തുമ്പോൾ അഗ്നി മഴ പെയ്യിക്കുന്നു. വെള്ളമുള്ളടുത്ത സ്ഥലത്തെ ജലമുയർത്തിയിട്ട് മരുഭൂമിയിൽ കൊണ്ട് പെയ്യിപ്പിക്കുന്നു. ആ ഭൂമിയെ അലകളാൽ യുക്തമാകും. ഭൂമിയിൽ വെള്ളത്തിൻ്റെ അലകൾ, വെള്ളച്ചാട്ടം ഇങ്ങനെ ഉണ്ടാക്കി വിടുന്നു. കുത്തി ഒഴുകുക ഭൂമിയിലൂടെ. എല്ലാ അന്നങ്ങളെയും വഹിക്കുന്നു. എങ്ങനെ അന്നങ്ങളെ വഹിക്കുന്നത്? ജലമൊഴുകുമ്പോൾ അവിടെ കൃഷികൾ ഉണ്ടാകും, അന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കും. അപ്പം അഗ്നി തന്നെയാണ് അന്നങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നത്, വഹിക്കുന്നത്. ഔഷധികളിൽ രമിക്കുന്നു. ചെടികളുടെ നീരാണ് ഔഷധികളായിട്ട് ഇവിടെ പറയുന്നത്. അതിലും ജലം തന്നെയാണ് രമിക്കുന്നത്. ഇനി 11. ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 95 11. ഏവാനോ അഗ്നി സമിധാവൃധാനോ രേവത് പാവക ശ്രവസേ വിഭാഗി തന്നോ മിത്രോ വരുണോ മാമഹന്താമതിഥി സിന്ധു പൃഥ്വി ഉദദ്യൗഹു. അഗ്നി ഇന്ധനത്താൽ വളർച്ച പ്രാപിച്ച് ധനപൂർണമായ യശസ്സിനാൽ പ്രദീപ്തൻ ആകുന്നു. ഞങ്ങളുടെ സ്തുതികളെ മിത്രനും വരുണനും അതിഥിയും സമുദ്രവും ഭൂമിയും ആകാശവും അംഗീകരിക്കണമേ. അഗ്നിയോട് പറയുകയാണ്, നീ ഇന്ധനങ്ങളാൽ വളർച്ച പ്രാപിച്ച്. ഇന്ധനങ്ങളിൽ നിന്നാണ് അഗ്നി വളർച്ച പ്രാപിക്കുന്നത്. പെട്രോൾ, ഡീസൽ എല്ലാം കത്തുമ്പോൾ ഉജ്ജ്വലമായിട്ട് പ്രകാശിക്കാൻ തുടങ്ങി. വളർച്ച പ്രാപിച്ച് ധനപൂർണമായ യശസ് നൽകുന്നു. ധനം നേടിത്തരുന്നു. നമ്മൾ കത്തിക്കുന്നതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അത് വിറ്റ് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ യശസ്സിനെ പ്രദീപ്തമാക്കണേ. ഞങ്ങളുടെ സ്തുതികളെ മിത്രനും വരുണനും അതിഥിയും ഭൂമിയും ആകാശവും അംഗീകരിക്കണേ. സ്തുതികൾ എന്ന് പറഞ്ഞാൽ വേദവാക്യങ്ങൾ, വേദമന്ത്രങ്ങൾ. വേദമന്ത്രങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അഗ്നികളെ പല രൂപത്തിലാക്കി മാറ്റിയിട്ട് ഭൂമിയിലും ആകാശത്തും എല്ലാം, എവിടെയെല്ലാം, സമുദ്രത്തിൽ, ഭൂമിയിൽ, ആകാശത്തിലെല്ലാം നമ്മൾ വരുണനും മിത്രനും എല്ലാം നമ്മളെ അംഗീകരിക്കണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്നി ഉപയോഗിച്ചിട്ട് നമ്മൾ ഭൂമിയിലും ആകാശത്തും എല്ലായിടത്തും അവരുടെ സഹകരണത്തോടു കൂടി നമ്മൾ അവയെ ഉപയോഗിക്കുകയാണ്. സമുദ്രത്തിൽ അഗ്നി എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? നമുക്ക് ബോട്ടിലൂട്ട സമുദ്രത്തിലൂടെ യാത്ര ചെയ്യും, ഭൂമിയിലൂടെ യാത്ര ചെയ്യും. അതെല്ലാം ഇന്ധനങ്ങൾ കത്തിച്ചിട്ടില്ല. ഇപ്പം ഏത് സ്ഥലത്തും അത് വേണ്ടാതെ, അതിൻ്റെ ആവശ്യമില്ലാത്ത ഒരു സ്ഥലവും ഇല്ല. ബഹിരാകാശത്ത് പോവുകയാണെങ്കിൽ അവിടെയും അഗ്നി വേണം. അപ്പം ഇതിനെല്ലാം നമ്മളെ സഹായിക്കേണ്ടത് ആരാണ്? വരുണനും മിത്രനും. അനുകൂല സാഹചര്യങ്ങളിൽ നമ്മൾ വരുണൻ എന്ന് പറഞ്ഞാൽ ഓർബിറ്റുകൾ, ആറ്റത്തിൽ ഓർബിറ്റുകൾ. അപ്പം ചില രാസപ്രവർത്തനങ്ങൾ നടക്കുമ്പോഴാണ് നമുക്ക് അനുകൂല സാഹചര്യത്തിൽ ഊർജം പുറത്തേക്ക് വരുന്നത്. വിറക് കത്തിക്കുമ്പോൾ നമുക്ക് ഊർജം വരുന്നുണ്ട്, അല്ലാതെ ഇരുമ്പെടുത്ത് കത്തിച്ചാൽ ഊർജം കിട്ടില്ല. അവിടെയെല്ലാം ആറ്റങ്ങളുടെ ഓർബിറ്റുകളെല്ലാമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ഇതെല്ലാം നമ്മളോട് സഹകരിക്കണേ എന്ന് പറയുകയാണ്. കാരണം ഇവിടെയെല്ലാം തന്നെ, ഭൂമിയിലായാലും ജലത്തിലായാലും എവിടെയും അഗ്നി ഉണ്ടെങ്കിലേ നമുക്ക് കർമ്മങ്ങൾ, യജ്ഞങ്ങൾ ചെയ്യാൻ
പറ്റുകയുള്ളൂ.